പ്രജിതേ, എന്തോ നമ്മുടെ യോഗേഷ് ഗുപ്ത എന്ന DGP, അതായത് DGP റാങ്കിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ഭരിച്ച് നാളിതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാത്ത രീതിയിൽ പോലീസ് തലപ്പത്ത് തമ്മിലടിയ. അതെ, കാര്യം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ എങ്ങനെ തമ്മിലടിക്കുന്നു അതേപോലെയാണ്. ഒന്ന് എന്താ പ്രശ്നം വെച്ചാല് മുഖ്യമന്ത്രിയുടെ പോർട്ടലില് DGP റാങ്കിലുള്ള യോഗേഷ് ഗുപ്ത പരാതിയുമായിട്ട് എത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് ഇവിടെ DGP ആക്കാൻ ഇവർക്ക് ഇഷ്ടമല്ല, കണ്ണിലക്കരടാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരുത്തൂല. എന്നാ അദ്ദേഹം പോയിട്ട് കേന്ദ്ര സർവീസിലേക്ക് പോവാ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് സമ്മതിക്കും. കരടായത് എങ്ങനെയാണ്? അദ്ദേഹം ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ട്, അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള കേസുകൾ TP ദിവ്യയുടെ കേസിലാണ് അദ്ദേഹം അവസാനം പിടിച്ചിരിക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എന്താ പറയാ ചൊറിച്ചിൽ എന്ന് പറയേണ്ടി വരും. ശശി അവിടെ ഇരിക്കുമ്പോ അതൊക്കെ നടക്കുമോ? നടക്കില്ല, ഇഷ്ടപ്പെടില്ല, സ്വാഭാവികമായിട്ടും അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഈ കേന്ദ്ര സർവീസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യോഗേഷ് ഗുപ്തയ്ക്ക് ഇവിടെ കേസും എന്താ പറയാ അന്വേഷണവും, അതെ, കേസും അന്വേഷണവും ഒന്നും ഇല്ലെന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം. ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഇതുവരെ കൊടുത്തിട്ടില്ല. സഖാവ് ശശി കൊടുത്തിട്ടില്ല. സഖാവ് ശശി അങ്ങനെയാണ്, ഫയൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു ബാക്കി പറയോ? അല്ല ഏട്ടാ, അപ്പൊ ഇത് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ രേഖകളൊന്നും കിട്ടാതെ അദ്ദേഹത്തിന് കേന്ദ്ര സർവീസിലേക്ക് പോകാൻ പറ്റില്ല. കേന്ദ്രത്തിനാണെങ്കിൽ അദ്ദേഹത്തിന് ED-യിലേക്ക് എടുക്കാനാണ്, CBI-യിലേക്കും പോവാം, ED-യിലും പോവാം. അദ്ദേഹത്തിന് ഈ രണ്ടെണ്ണത്തിലും സർവീസ് ഉണ്ടായിരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് ED-യിലേക്ക് എടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. കേന്ദ്രം അതിനെ അദ്ദേഹത്തിന് നീക്കാനും പോവാണ്. കേന്ദ്രത്തിന് താല്പര്യം ED-യിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ED-യിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവൂല. ED-യിലേക്ക് പോയി ഒട്ടും ശരിയാവില്ല. CBI പോകുന്നതിനേക്കാളും പ്രശ്നമായിരിക്കും ED-യിലേക്ക് പോകുന്നത്. അതെ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ലിസ്റ്റ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഇത് സംസാരിച്ചായിരുന്നു. അപ്പോ എന്തായാലും ED-യിലേക്ക് എടുക്കാനുള്ള നീക്കം ആയത് കൊണ്ടായിരിക്കാം ഇവിടുന്ന് പേപ്പർ നീക്കാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം. അപ്പോ അദ്ദേഹത്തിന് ഈ രേഖ ലഭിക്കാതെ അങ്ങോട്ട് പരിഗണിക്കാനും പറ്റില്ല. അപ്പൊ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ട് പോലും താടോ എന്ന് ചോദിച്ചിട്ടും കൈയും കാലിട്ട് അടിച്ചിട്ടും ഇവിടെ നിന്ന് ചീഫ് സെക്രട്ടറി ഒന്നും അനങ്ങിയിട്ടേയില്ല. എനിക്കൊരു സംശയം അതല്ല ചേട്ടാ, ചീഫ് സെക്രട്ടറി ആണോ അതോ കേന്ദ്ര സർവീസിലിരിക്കുന്ന ആളാണോ ഹൈറാർക്കിയില്? കേരളത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിയാണ് മുകളിൽ നിൽക്കുന്നത്. അല്ല, ഈ കേന്ദ്രവും സംസ്ഥാന സർക്കാരും കൂടെ വരുമ്പോഴേ ഇത്രയും ബലം പിടുത്തം പിടിച്ച് ഇത്രയും ചോദിച്ചിട്ടും കൊടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നത് പിണറായി ആണ്. അല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതായത് ഈ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന IAS കാരാണ്, ഇദ്ദേഹം ഒരു IPS കാരനാണ്. UPSC വഴി IPS കാരനാണ്, ഇദ്ദേഹം IAS കാരനാണ്. ആര്? ചീഫ് സെക്രട്ടറി. അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ഗവൺമെന്റിന് വേണ്ടി വേണമെങ്കിൽ IAS IPS പോലെ വേണമെങ്കിൽ ആക്കാം. പിന്നെ രണ്ടാമത് ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താലേ അദ്ദേഹത്തിന് അവിടെ ED-യിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പാതകം പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. അതെ, ഞാൻ ചോദിച്ചത് കേന്ദ്രം ഇത് പലതവണ ആവശ്യപ്പെട്ടു. കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും ഒക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് കൊടുക്കുന്നില്ല. ഗതികെട്ട് കഴിഞ്ഞപ്പോ കൊടുക്കൂല. ഇത്രയും മിടുക്കനായ ഒരു ഓഫീസർ ഇവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ, അതായത് ഈ ചീഫ് സെക്രട്ടറി കൊടുക്കാത്തതിന്റെ കാരണം എന്തെന്നറിയും? മുകളിൽ നിന്ന് ഓർഡർ വരണം. ഒന്ന് സഖാവ് ശശി അവിടെ നിന്ന് ഇത് ഓർഡർ കൊടുക്കണം. ഓർഡർ ഒപ്പിടണമെങ്കിൽ തല പറയണം. അപ്പൊ തല പറഞ്ഞ് അതിന് വേണ്ടി വഴിയുണ്ട്. ഒരു നദി ഒഴുകി വരുന്നതിന് ഉത്ഭവസ്ഥാനം മുതൽ മദ്യം വഴി ഒഴുകിയാണ് വാലറ്റത്ത് എത്തുന്നത്. അപ്പൊ വാലറ്റത്ത് എത്തുന്നത് ഇത് വാല് മാത്രമാണ്, ഏത്? ചീഫ് സെക്രട്ടറി. അപ്പൊ ആ വാലിന്റെ അടുത്ത് എത്തി ചുമ്മാ കയറി വാലിൽ ഒപ്പിടാൻ പറ്റൂല. ഒപ്പിട്ട് കൊടുത്ത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദ്യം വരും മുഖ്യമന്ത്രി. അങ്ങനെ ആര് പറഞ്ഞു അവിടെ ഒപ്പിട്ട് കൊടുക്കാൻ? ഞാൻ എവിടെ ഇരിക്കണതിന് പിന്നെ ക്ഷൗരം ചെയ്യാനാ എന്ന് ചോദ്യം വരും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? ചോദ്യം വന്ന അയാളെ സർവീസ് പോയി. ആ മനുഷ്യന്റെ ജയതിലകരന് 1 കൊല്ലം കൂടെ ഉള്ളൂ സർവീസ്. പെൻഷൻ കിട്ടാത്ത വകുപ്പുകൾ കണ്ടില്ലേ? പിന്നെ പ്രിൻസിപ്പളിന്റെ പെൻഷൻ തടഞ്ഞു വെച്ചത് ഏത്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. അതേപോലുള്ള പണികൾ പല വഴി വരും, എടുക്കും. ഇത് എടുക്കും. ഇത് ആര് പറഞ്ഞു ഒപ്പിടാൻ? ആദ്യം വെക്കും, ശശി കുറി എഴുതും. ചീഫ് സെക്രട്ടറി ഫയൽ വന്നു കഴിയും. ചീഫ് സെക്രട്ടറി ഒപ്പിട്ട് എടുത്തു. അയാൾ പോണു. ഇതാ യോഗേഷ് ഗുപ്ത പോണു. സാർ അറിഞ്ഞ സഹാക്കൾ തമ്മിലായിരിക്കും ആദ്യം വിളി വരണേ. അപ്പൊ ശശി സഖാവിന് ഫോൺ വരും, വിളിക്കും ചീഫ് സെക്രട്ടറി. നിങ്ങളടുത്ത് ആര് പറഞ്ഞു ഇതൊക്കെ ഒപ്പിടാൻ? മുഖ്യമന്ത്രി അറിഞ്ഞ? നീയൊക്കെ ആര്? മുഖ്യമന്ത്രി ഒപ്പിടണം. ഒപ്പിട്ടില്ല.
മുഖ്യമന്ത്രി ചോദ്യം വന്ന പെൻഷൻ പോയി. നമ്മൾ ഇത്രയും കാലം ജോലി ചെയ്ത് വാർദ്ധക്യ കാലത്ത് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ മക്കളടുത്ത് പോലും നമുക്ക് ഇറക്കാൻ പറ്റാത്ത ലോകമാണ്. പിന്നെ എങ്ങനെയായിരിക്കും? അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ നമുക്ക് ഭംഗ്യന്തരേണ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, IPS IAS പോരും, വേണമെങ്കിൽ പറയാം. നടക്കുന്നത് ഇതൊന്നും അല്ല. പ്രത്യേകിച്ച് വ്യക്തിത്വം ഇല്ലാത്ത ആൾക്കാരാണ് ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ പേരെടുത്ത് പറഞ്ഞാൽ കേസ് വരും. അതുകൊണ്ട് വ്യക്തിത്വം ഇല്ലാത്തവരൊക്കെ ശാരദാ മുരളീധരൻ എന്നൊക്കെ ചേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ? ശാരദാ മുരളീധരൻ എന്ന് പറഞ്ഞാൽ വേണുസാറിന്റെ ഭാര്യയാണ്. വേണുസാർ ഒരു നാടക നടനൊക്കെയാണ്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അപ്പൊ വേണുസാറിന്റെ ഭാര്യ ശാരദാ മുരളീധരനിൽ ഇരുന്നപ്പോഴത്തേക്കാണ് പ്രശാന്തിന്റെ കേസ് ഒരുവിധം ഒതുക്കി വെച്ചിട്ട് പോയത്. അവിടെ ഇപ്പോഴത്തെ സെക്രട്ടറി അത് മാറ്റി വെച്ചു, ചീഫ് സെക്രട്ടറി. അപ്പൊ അതുപോലെ ഇത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അത് കൊടുത്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? യോഗേഷ് ഗുപ്ത അവസാനം മുഖ്യമന്ത്രിയുടെ പരാതി കൊടുത്തു. അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ DGP റാങ്കുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുന്നത് യോഗേഷ് ഗുപ്ത. ആ പോർട്ടലിലേക്ക്, സർക്കാരിന്റെ പോർട്ടലിൽ മുഖ്യമന്ത്രി, ഒരു IPS ഉദ്യോഗസ്ഥന്റെ ഗതികേട് ആലോചിച്ച് നോക്കണം. മെരിറ്റ് ആണ് മുഖ്യമന്ത്രിക്ക്, മെരിറ്റ് ആണ്. മുഖ്യമന്ത്രിക്ക് മെരിറ്റ് ആയിരിക്കും. IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇത്രയും എന്താ പറയാ, ഇത്രയും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ഇത്രയിട്ട് എന്താ പറയാ, നമ്മൾ പറയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുക എന്ന് പറയുന്നത്. അദ്ദേഹം രാജ്യത്തെ പിടിച്ചു വിളിച്ചിട്ടുള്ള ബംഗാളിലെ ശാരദ, റോസ് വാലി സീഷോർ ചിട്ടി തട്ടിപ്പുകളും, നാരദ കോഴ കേസ്, ബേസിൽ നിക്ഷേപ തട്ടിപ്പ് എന്നിവയൊക്കെ അന്വേഷിച്ചതും ഉന്നത രാഷ്ട്രീയക്കാരെയൊക്കെ അകത്താക്കിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. തീർച്ചയായിട്ടും ED ലെവലില. അതെ, അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഇതൊരു ചുരുക്കെഴുത്താണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം ചെയ്തിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ടാവും. ചുരുക്കെഴുത്ത് മാത്രമാണ്. അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള, പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള മറ്റനവധി കേസുകളുണ്ടാവും. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവസാന സമയത്ത് അദ്ദേഹത്തിന് എന്താ പറയാ, പന്ത് തട്ടണ പോലെ ഒരു സംസ്ഥാന സർക്കാർ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് LDFന് രണ്ടാമത് ഒരു വട്ടം കൂടെ ഭരണത്തിൽ കിട്ടുമ്പോൾ IPS എന്നോ IAS എന്നൊന്നുമില്ല. ഒരു പന്ത്, ഒരു കോട്ട് ഇവിടുന്ന് ഒരു അടി അവിടെ നിന്ന്, ഇവിടുത്തെ ഗോളി എടുത്ത് അവിടെ അടിക്കുന്നു, അവിടുത്തെ ഗോളി എടുത്ത് ഇവിടെ അടിക്കുന്നു. ഇതിലിപ്പോ വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഈ പോലീസ് മേധാവി ആകാനുള്ള ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ ചേട്ടാ, ആ ലിസ്റ്റില് ഏറ്റവും പരിഗണന എന്ന് പറയുന്നത് ഇതാണ്, ഇദ്ദേഹത്തിന്റെയാണ്. അപ്പൊ അതായത് ഇവിടുന്ന് ലിസ്റ്റ് കൊടുത്താലും, ഇവിടുന്ന് ആരൊക്കെ വഴി ശുപാർശ കൊടുത്താലും, കേന്ദ്രത്തിന്റെയും കൂടെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഇദ്ദേഹത്തിന് നറുക്ക് വീണ പ്രശ്നമാണ്. നറുക്കല്ല, അദ്ദേഹമാണ് യോഗ്യൻ. അതെ, യോഗ്യൻ അദ്ദേഹമാണ്. പക്ഷെ ഇവിടുന്ന് കൊടുക്കുന്ന ലിസ്റ്റും ഇവിടുന്ന് കൊടുക്കുന്ന ശുപാർശയും ഘടകമാണല്ലോ. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഇദ്ദേഹത്തിന് വന്നാലും, അത് വന്നാലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഉറക്കമില്ലാത്തത്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല. കാര്യം അദ്ദേഹം ഇരുന്നാൽ PP ദിവ്യയെ പോലെയുള്ളവർക്ക് അകത്താവും. PP ദിവ്യയെ പോലുള്ളവർക്ക് സത്യത്തിൽ PP ദിവ്യയൊക്കെ അകത്താക്കാൻ ഇദ്ദേഹത്തെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ, ഇതൊക്കെ വേറെ ചീള് കേസാണ്. കോൺഗ്രസ് ഭരണം വന്നാലും നമുക്ക് പ്രതീക്ഷയില്ല. ആരാണ് ആഭ്യന്തരമന്ത്രി നോക്കിയിട്ട് നമുക്ക് പറയാം. അതെ, അപ്പോഴും അതേ പറയാൻ പറ്റുള്ളൂ. ആഭ്യന്തരം ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ് എന്നുള്ളത്. അല്ലാതെ നമുക്കൊന്ന് ഇപ്പോഴേ പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മളാരും ദൈവമൊന്നുമല്ല. അല്ല, പറയാൻ പറ്റും. കാരണം ഇന്ന് വരെ സാധ്യതയുള്ളത് നമുക്ക് പറയാം. പക്ഷെ അടുത്ത നിമിഷം ഇത് രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയത്തിൽ ഒന്നും സമവാക്യങ്ങൾ മാറിക്കൊണ്ട്. എന്തായാലും കേരളത്തിൽ നിന്ന് ഈ പദവിയിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും യോഗ്യൻ എന്ന് പറയുന്നത് യോഗേഷ് ഗുപ്തയാണ്. യോഗ്യത എന്ന ഒരു മെറിറ്റ് ഇന്നത്തെ കാലത്തല്ല. ആർക്ക് പാദസേവ ചെയ്യുന്നു, ആർക്ക് വേണ്ടി ഇദ്ദേഹത്തെ അതിന് കിട്ടില്ല. അതെ, വിടുപണി ചെയ്യാൻ അദ്ദേഹത്തെ കിട്ടില്ല. വിടുപണിക്കും പാദസേവയ്ക്കൊന്നും യാതൊരു വിലയില്ല. ഇത് വാങ്ങിയെടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ കാല് കഴുകായിരുന്നു, കാല് പിടിക്കായിരുന്നു. അദ്ദേഹം പോയി കാല് പിടിക്കല്ല, പലതവണ നേരിട്ടുള്ള ചെയ്യേണ്ട ഫോർമാലിറ്റി അനുസരിച്ച് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഒരല്പം കാത്തിരിക്കാം. ഗവൺമെന്റിന്റെ മനസ്സിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞങ്ങളിവിടെ പറയുന്നില്ല, ഒരു നാലാമത്തെ പേരുകാരനാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ടൊരു 4 പേരെ പേര് സെലക്ഷൻ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ വിദേശ കോച്ചുകൾ വരുന്ന സമയത്ത്. അപ്പോൾ ഈ 4 പേരിൽ പിന്നെ 4ാമത്തെ പേരുകാരനായിട്ട് വന്ന ഒരു ദക്ഷിണാഫ്രിക്കൻ കോച്ച് ഉണ്ടായിരുന്നു. ക്ലെപ്പർ വെസൽസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര്. ബാക്കിയുള്ളത് നമ്മുടെ ഹെയ്ൻസ് ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് 4ാമത് വന്ന ക്ലെപ്പർ വെസൽസിനെയാണ് ഇവർ കോച്ചാക്കിയത്. അന്ന് ആ ടൈമിൽ 2011 ഇന്ത്യ കപ്പെടുത്തു. അത് ക്രിക്കറ്റ് കളിയിൽ. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇത് കാൽപന്ത് കളിയാണ്. ബോൾ പോലെ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുക. യോഗേഷ് ഗുപ്ത ഇതൊന്നും കേൾക്കാനോ ആരെയും കാല് പിടിക്കാനോ ഇവിടെ നിൽക്കില്ല. ഗുപ്തയ്ക്ക് മെറിറ്റ് ഉണ്ട്, അത് അമിത്ഷായ്ക്ക് അറിയാം, അതുപോലെ തന്നെ കേന്ദ്രത്തിലെ പോലീസിനറിയാം. അവർക്ക് ഇനിയും നിറയെ കേസുകൾ ഇദ്ദേഹത്തിനെ കൊണ്ട് തീർപ്പ് കൽപ്പിക്കാനുണ്ട്.
ചിലപ്പോൾ മുകളിൽ നിന്ന് അവിടുന്ന് ഒരു ഓർഡർ മുഖ്യമന്ത്രിക്ക് വരും. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, നിങ്ങൾ ആ ഫയല് തീർപ്പ് കൽപ്പിച്ച് അദ്ദേഹത്തിന് ഇങ്ങോട്ടേക്ക് വിടാനുള്ളത് ചെയ്തോളൂ. അതെ.